പശ്ചാത്തലം നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു നിയന്ത്രണമില്ല. അദ്ദേഹത്തിൻ്റെ സംഭാഷണ പ്രതികരണങ്ങളിൽ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന വിരുദ്ധമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലിയാണ്. ഇത് UDF ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ എടുക്കുന്നത് അത് ഗുണകരമാണോ? അതാ UDF രാഷ്ട്രീയ ശൈലിക്ക് ആശ്വാസമാണോ? ഞങ്ങൾ എടുക്കുന്നത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ചർച്ചയിൽ താങ്കൾ പറഞ്ഞ ഈ പോയിന്റും കൂടി നമുക്ക് പരിഗണിക്കാം. ആ ചർച്ച നടക്കുമ്പോൾ നോ കമൻസ്. നമ്മളത് പറയണത് ശരിയല്ലല്ലോ. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പറയണത്? അദ്ദേഹത്തിൻ്റെ കാര്യം പാർട്ടിയോ UDF ഇപ്പം ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും നോക്കുമല്ലോ. ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ ഒരു സംഘടനയോ UDFിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആലോചിക്കുമല്ലോ. അല്ല, അതൊക്കെ ചർച്ചകളിൽ വലിയ പരിണതപ്രജ്ഞരായ നേതാക്കളുള്ളൊരു സംവിധാനമാണ് UDF. അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനം ഇപ്പം ഇല്ല. എന്തായാലും ഇപ്പോൾ ഒരു ചർച്ചയില്ല. അല്ല, CPM കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? CPM കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? 2 കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നിട്ട് അതിൽ പ്രതികളായി കോടതി ശിക്ഷിച്ച ആളുകൾക്ക് അവരെ കോടതിയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ ക്രിമിനലുകളെ മുദ്രാവാക്യം വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണോ? ആണോ? നിങ്ങൾ എന്തു മെസ്സേജാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഇതുപോലെ ചെയ്താലും പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ? ഇരട്ട ജീവപര്യന്തം 2 വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ആളുകളെ പാർട്ടി നേതാക്കന്മാർ ജയിലിൻ്റെ മുമ്പിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക. പാർട്ടി നേതാക്കന്മാർ പോയി ജയിലിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക. കുടുംബത്തെ, വിക്ടിമിൻ്റെ ഇരകളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. ജയിലിൽ പോയ പ്രതികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ പോവുക. നമ്മളിപ്പോൾ രാഷ്ട്രീയ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് റിമാൻഡിൽ പോയ ആളുകൾ റിമാൻഡിൽ നിന്നും വരുമ്പോൾ സ്വീകരണം കൊടുക്കും. അത് രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെയാണ് അല്ലേ? ഇത് കുഞ്ഞുങ്ങളെ കൊന്നവരല്ലേ? എന്തൊരു മെസ്സേജാണ് ഈ പാർട്ടി കൊടുക്കുന്നത്? അപകടകരമായ രീതിയിലേക്കാണ് കേരളത്തിലെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഹീനമായ ഒരു സന്ദേശമാണ് CPM ചെയ്യുന്നത്. അവർ റിഗ്രറ്റ് ചെയ്യും, ദുഃഖിക്കും. അതെ.